ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രോക്കറി കബോർഡിൻ്റെ ചെറിയൊരു ക്ലീനിങ്ങും അതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നതും അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മുടെ ചാനലിൽ ഹോം മാനേജ്മെൻറ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ അങ്ങനെ ഒരു സീരീസ് നമുക്കിവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹോം ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമാണല്ലോ ക്രോക്കറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഓർഗനൈസിങ്ങിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറേ നാളായിട്ട് പെൻഡിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ഈ ക്രോക്കറി കബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ തന്നെയുള്ള കബോർഡിലാണ് ഇങ്ങനെ കുറച്ച് നല്ല ക്രോക്കറിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഒട്ടും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ കബോർഡ് ഒതുക്കുക അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ പെൻഡിങ് വെക്കുന്ന ടാസ്കുകളൊക്കെ നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അസൈൻ ചെയ്ത ദിവസം വരുമ്പോൾ ചിലപ്പോൾ നമ്മളതെടുത്ത് നമ്മൾ അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ക്ലീനിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കബോർഡിലെ സാധനങ്ങളും എടുത്തില്ല. നമുക്ക് ഉള്ള സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും കബോർഡ്സിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് എല്ലാം തന്നെ ഒന്ന് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം വെറുതെ തുടയ്ക്കുകയോ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം കുറേ നാളിരുന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തേച്ച് കഴുകുക തന്നെ വേണം. പൊടി ഉണ്ടാവും, ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് നല്ല പോലെ തേച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാൾ നമുക്ക് വിരുന്നുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പയ്യെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു പ്രാവശ്യം ഒരു പാർട്ടി കൊടുക്കേണ്ടി വന്നിരുന്നു. പെട്ടെന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന പാത്രങ്ങളൊന്നും തന്നെ നമ്മളൊരു റെഗുലർ യൂസിൽ ഉപയോഗിക്കാറില്ലല്ലോ അല്ലേ. പലരും മിക്കവാറും സ്റ്റീൽ പാത്രങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ ദിവസങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒക്കേഷന് വേണ്ടി എടുത്തു വെക്കുന്ന നല്ല വില കൂടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും എടുത്ത് ഒരു മാസത്തിലൊരിക്കലെങ്കിലും എടുത്ത് നമ്മൾ അത് യൂസ് ചെയ്യുക. കാരണം എപ്പോഴും ഉപയോഗിച്ചാൽ ചീത്തയായി പോവും, പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെടുത്ത് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ലൈഫ് അങ്ങ് കടന്നു പോവാണ്. നമ്മൾ ഒരു ദിവസം എൻജോയ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും അതൊക്കെ എടുത്തൊന്ന് ഉപയോഗിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം എന്നതിനേക്കാളും നമുക്ക് ഇപ്പോൾ കടന്നു പോകുന്ന മൊമെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ ഒന്നിനും വേണ്ടി നമ്മൾ ഒരു കാര്യവും നീട്ടി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ക്ലീനിങ് ജോലികളിലോട്ട് തിരിച്ചു പോരാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഷെൽഫൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അഴുക്കൊന്നും ഇതിനകത്തില്ല. പക്ഷെ കുറച്ച് നാൾ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും കുറച്ച് പൊടി, കുറച്ച് മാറാല, അങ്ങനെ ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് തുടച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു നനവോട്, ഒരുപാട് നനവല്ല, ചെറിയൊരു നനവോട് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ അഴുക്കിങ്ങ് എടുക്കാൻ പറ്റും. അതിനുശേഷം അപ്പം തന്നെ കബോർഡ് യൂസ് ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടാൽ ആ ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വേഗം തന്നെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ഓരോരോ പാത്രങ്ങളായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും ഉള്ളൊരു സാവകാശവും ഇല്ല. ആ സമയത്ത് അത്ര നല്ല വെയിലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഈവനിങ് ടൈമിൽ എന്തോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഫാനൊക്കെ ഇട്ടാൽ അത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം അങ്ങനത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മൂടിയില്ലാതെ വരുമ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുമ്പം ഒത്തിരി ബുദ്ധിമുട്ടാറില്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഏതായാലും അത് ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മൂടിയില്ലാതെ വരുമ്പോൾ നമ്മൾ ഈ തട്ട് വെച്ച് മൂടുന്നതിന് പകരം ഇതുപോലുള്ള ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ലിഡ്സ് വെച്ചിട്ട് മൂടുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പാത്രങ്ങൾ തിരിച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സാധനങ്ങൾ വേഗം തന്നെ തിരിച്ചെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പുറത്തങ്ങനെ നിരന്നിരിക്കുമല്ലോ, നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോകണമല്ലോ. ഇഷ്ടപ്പെടുന്ന പാത്രങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നൊരു ടൈപ്പായിരുന്നു ഞാൻ. പാത്രങ്ങൾ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ ഷോപ്പിംഗ് ചെയ്ത് റിലീഫ് ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ അനുഭവിച്ചാണ് ഇത്രയും നാളും കടന്നു വന്നത്. വീട്ടിൽ ഒരുപാട് സാധനങ്ങളായി, ആ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാൻ സ്ഥലമില്ലാതെയായി, വീട് മെസ്സിയായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ ആലോചിച്ച് നമുക്കത് ആവശ്യമുണ്ടോ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് കേട്ടോ ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കുക. എന്നാലും അത് മുഴുവൻ മാറി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നിയാൽ നമ്മൾ വാങ്ങിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ആമസോണിൽ കൂടി ആയതുകൊണ്ട് നമ്മുടെ വിരൽ തുമ്പിലല്ലേ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ടെംപ്റ്റഡ് ആവും നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ, എന്നാലൊന്ന് വാങ്ങി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കുക, നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ കയ്യിൽ അതുപോലുള്ളൊരു ഐറ്റം ഉണ്ടോ, അതോ നമ്മൾ വാങ്ങുന്ന സാധനം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ, നമുക്കത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടോ നമ്മുടെ വീട്ടിൽ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാൻ. ചിലപ്പോൾ ആ ഒരു സമയത്തൊരു സന്തോഷം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പം ഒത്തിരി നമ്മളങ്ങ് യൂസ് ചെയ്യാൻ കൂടിയില്ല, അത് നമ്മളുടെ കബോർഡിൽ വെറുതെ ഒരു സ്റ്റോറേജ് ക്ലട്ടറായി അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഷോപ്പിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലോർക്കുക. എന്ത് സാധനം വാങ്ങുമ്പോഴും ഒന്നില്ലെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ടാവണം, അത് സ്റ്റോർ ചെയ്യാൻ നമ്മുടെ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരിക്കണം. അതുപോലെ പുതിയൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിനനുസരിച്ചുള്ളൊരു സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ തന്നെ പഴയ ഐറ്റം ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുക. ഹോം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇത് ഒത്തിരി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പെട്ടെന്നാണ് സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുക, നമ്മളറിയാതെ തന്നെ. നമ്മളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്, കൺസ്യൂമർ വേൾഡാണ്. നമ്മളെ കൊണ്ട് എങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നോ അതുപോലെയൊക്കെ നമ്മളെ ഷോപ്പ് ചെയ്യിപ്പിക്കും. പലതരം ഓഫറുകൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടാവില്ല. നല്ലൊരു ഓഫർ കാണുമ്പോൾ എന്നാൽ പിന്നെ അത് മിസ്സാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളത് വാങ്ങുന്നത്. പക്ഷേ നമ്മൾ അതിലൊന്നും വീണ് പോകാതെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് മാത്രം ഷോപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ പൈസ മാത്രമല്ല, നമ്മുടെ വീടൊന്ന് ഓർഗനൈസ് ആയിട്ടിരിക്കാനും ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കബോർഡിൽ കുറച്ച് സൂപ്പ് ബൗള്, കുറച്ച് വലിയ പാത്രങ്ങൾ, ഓവനിൽ വെക്കുന്നത്, ബേക്ക് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ എൻ്റെ ഒരു സ്പേസ് അനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെയാണ് കേട്ടോ. കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തൊന്നുമല്ല വെച്ചേക്കുന്നത്. ആ കബോർഡിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റിയൊരു രീതിയിലാണ് വെച്ചേക്കുന്നത്. കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയതുകൊണ്ട് ഒരു കാറ്റഗറി വൈസ് ആയിട്ടൊന്നുമല്ല, പിന്നെ നമുക്ക് എടുക്കാൻ ഒരു സൗകര്യമുള്ള പോലെയൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് പുൾ ഔട്ട് ഷെൽഫ് ആയതുകൊണ്ട് ഇതിൽ പുൾ ഔട്ട് ഷെൽഫും ഉണ്ട്, അല്ലാതെ തട്ടുള്ള ഷെൽഫും ഉണ്ട്. എപ്പോഴും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് തട്ടുള്ള ഷെൽഫാണ്. കാരണം നമുക്ക് സ്റ്റാക്ക് ചെയ്യാനൊക്കെ എളുപ്പം തട്ടുള്ള ഷെൽഫാണ്. പുൾ ഔട്ട് ഷെൽഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ മുകളിൽ വയ്ക്കുമ്പോൾ താഴെയുള്ള സാധനങ്ങൾ എടുക്കാൻ മുകളിലുള്ള സാധനം നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ എപ്പോഴും നമ്മളത് കൂടുതൽ പുൾ ഔട്ട് വയ്ക്കുമ്പോഴത്തേനും ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കബോർഡിൽ എക്സ്ട്രാ സ്പൂൺസ്, ഫോർക്ക്, ഒരു സ്റ്റീലിൻ്റെ നൈഫ്, പിന്നെ അതുപോലെ നമ്മളുടെ പോപ്സിക്കിൾ മേക്കർ, അങ്ങനെയുള്ള കുറച്ച് നിക്ക് നാക്ക് ഐറ്റംസാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. ഒരുപാട് ഏരിയ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എനിക്ക് ഉണ്ടായിരുന്ന സമയത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ അന്ന് എടുത്തു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
കുറച്ച് ഏരിയയുടെ ഒരു എൻ്റെ ക്രോക്കറിയുടെ ക്ലീനിങ്ങും അതുപോലെ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതിയും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ക്രോക്കറി ടൂറ് പോലെ ഒന്ന് കാണിക്കാം, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഈ അടുത്തൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ബ്ലാക്ക് കളറിലുള്ള പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിരുന്നു. അത് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബ്ലാക്ക് കളറിലുള്ളത്. എപ്പോഴും നമ്മൾ കാണുമല്ലോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ. അപ്പം അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. പക്ഷേ നമ്മൾ സ്റ്റിഞ്ചി ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമ്മൾ വാങ്ങുകയും വേണം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ചെറിയ ഏരിയയുടെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ആണ് ഇന്ന് ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഹോം മാനേജ്മെൻറ്റ് സീരീസ് കണ്ടു നോക്കുക. അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം ചില കമൻസൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും റോങ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ കമൻസിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസും കിട്ടുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തുറന്ന് എഴുതാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.